ഒരു ട്രെയിൻ യാത്രയിലാണ് എന്റെയും ജീവിതം മാറി മറിയുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതിന് മുൻപേ തുടങ്ങണം. ഓണാട്ടുകരയിൽ നിന്ന് എന്നും ഓണാട്ടുകരക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കുത്തിയോട്ടം വെറും നേർച്ചയോ വഴിപാടോ മാത്രമല്ല ഓണാട്ടുകരക്കാർക്ക്, അത് ഈ നാടിന്റെ ഹൃദയസ്പന്ദനം കൂടിയാണ്. രാമൻകുട്ടി മാസ്റ്ററും മീന ടീച്ചറും മകനെ കുത്തിയോട്ടത്തിന് നേർച്ച നേർന്നത് ഈ മകന്റെ ബുദ്ധി നേരെയാകാൻ വേണ്ടിയാണ്. ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലൊന്നല്ല അവരുടെ മകൻ എന്നതാണ് ഈ അച്ഛന്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ദുഃഖം. അതുവരെ വലിയ വായിൽ നിലവിളിക്കുകയും ഭയന്നോടി ഒളിക്കുകയൊക്കെ ചെയ്തിരുന്ന പേടിത്തൊണ്ടന്മാരായ കുട്ടികളെ മാത്രം കണ്ട് ശീലിച്ച ഓണാട്ടുകരക്കാർക്കും അന്ന് തോന്നി രാമൻകുട്ടി മാസ്റ്ററുടെയും മീന ടീച്ചറുടെയും മകൻ ജയകൃഷ്ണൻ ചില്ലറക്കാരനല്ലെന്ന്. ഒന്നിനും പോരാത്ത ഇങ്ങനെ ഇങ്ങനെ ക്രൂരത കാണിക്കാണ്ട് സ്നേഹത്തിൽ പറഞ്ഞു നോക്കിയേ. സ്നേഹത്തോട് പറഞ്ഞ എന്ത് മനസ്സിരിക്കണോനാ നമ്മുടെ മോൻ. നമ്മുടെ മോനോ? ഇവൻ നിന്റെയുമല്ല എന്റെയുമല്ല, പിശാചിന്റെയാ, പിശാചിന്റെ. എന്താ എന്റെ ജയകൃഷ്ണ നീ ഇങ്ങനെ? ആ പാമ്പ് ഏതേലും കുട്ടികളെ കടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? ഈശ്വര, എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്റെ കുഞ്ഞിന്. അപ്പ പാമ്പൻ എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. എത്ര പേര് കൂടി എന്നെ തല്ലിക്കൊന്ന. അതിന്റെ അമ്മ ഇപ്പൊ കരയുന്നുണ്ടാവല്ലേ, പാവം. പേടിച്ചിട്ടാ ആളുകൾ പാമ്പിനെ കൊല്ലണതെന്ന് അമ്മ പറഞ്ഞപ്പോ മുതലാ പേടിത്തൊണ്ടന്മാരായ ആളുകളെ വെറുക്കാൻ തുടങ്ങിയത്. ഒപ്പം ആളുകൾക്ക് പേടിയുള്ള എല്ലാറ്റിനോടും ബഹുമാനവും ആരാധനയും. ആദ്യാദ്യം പോലീസുകാരോടായിരുന്നു അത്. പിന്നീടാ അവര് പോലും പേടിക്കണ ഗുണ്ടകളോടായി ആരാധന വഴിമാറിയത്. മകന്റെ പേരും നക്ഷത്രവും പറഞ്ഞോളൂ. പേര് ജയകൃഷ്ണൻ, പൂരം നക്ഷത്രം. ആളെന്താ ചെയ്യണേ? പഠിക്കുക? അതെ, ഗുണ്ടയ്ക്ക് പഠിക്കുക. പഠിച്ചു വലിയ നിലയിലെത്തുന്ന ജാതകത്തില്. അതിനുള്ള കഠിനാധ്വാനത്തിലല്ലേ അവൻ. വലിയ പേര് കേട്ട ഗുണ്ടയാവാനാ അവനിപ്പോ പഠിക്കണേ. എന്താ ഈ കേക്കണേ? രാമൻകുട്ടി മാസ്റ്ററുടെയും മീന ടീച്ചറുടെയും മകൻ ഗുണ്ടയായിട്ട് നടക്കേ? ഏയ്, ഗുണ്ടയായിട്ടില്ല, ഗുണ്ടയാകാനുള്ള പഠിപ്പില്ല. ഇപ്പൊ ബോഡി ഗാർഡാ, ബോഡി ഗാർഡ്. പുറത്തു പോകാൻ പറഞ്ഞു നീ അങ്ങോട്ട് അവിടെ പോണേ? ഞാനിവിടുത്തെ സപ്ലൈറാ. ഇവിടെ ഇപ്പൊ സപ്ലൈ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? പിന്നെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് സപ്ലൈ നീ പോയില്ലേ? കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതേ നീ എന്താ ഗ്ലാസ് കടിച്ചു പിടിച്ചേക്കണേ? ഗ്ലാസ് മേറ്റാ അറിയപ്പെടാ. നീ ഇവിടുത്തെ സപ്ലൈറാണോ? പിന്നെ എന്തിനാണ് അവിടെ എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? ഞാൻ ചുമ്മാ നോക്കിയതാ. ചുമ്മാ നോക്കണ്ടാ, ഇത് വെച്ചോ. താനെന്താ ഇവിടെ? ഞാൻ പറഞ്ഞ കഴുത്തിൽ ചിത്രശലഭം വെച്ച് നിക്കണാണ്ടില്ല അവൻ ആൾക്കാരെ കള്ളുടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി. ഫോണിൽ അശോകട്ടനാ, കൺമോണിന് തരാൻ പറഞ്ഞു. ആരാ? പുന്നൂർക്കടവിലെ അശോകട്ടനാ. പള്ളിക്കൂടത്തിനടുത്ത് കള്ള് കച്ചവടം നടത്തിട്ട് കണ്ണിക്കണ്ടവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുന്നതാ. അണ്ണൻ നിനക്ക് 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ഇതെല്ലാം കെട്ടിപ്പൊട്ടി ഇവിടുന്ന് പൊക്കോളണം. അശോകട്ടനാ. ആരാടാ അവിടെ? ഷൺമുഖനാണോടാ? അതെ അശോകേട്ട, ഞാൻ ഷൺമുഖനാ. നീ എന്താ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരു പ്രശ്നവുമില്ല അശോകേട്ട. പിന്നെ അവൻ ഈ ബാർ നടത്തുന്നത് ഞങ്ങളുടെ സമുദായമൊക്കെ സ്കൂളിന്റെ തൊട്ടടുത്താ. സ്കൂള് 2 കിലോമീറ്റർ അപ്പുറത്തല്ലേ ഉള്ളത്? അതിപ്പോ കുറച്ചുകൂടി സൗകര്യമുള്ള കെട്ടിടം കിട്ടിയപ്പോ ഇങ്ങോട്ട് മാറ്റിയതാ അശോകേട്ട. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞോളാം അവനോട് ആ ബാർ അവിടെ നിന്ന് മാറ്റാൻ. പിന്നെ നിന്റെ ബാറുകളുടെ തൊട്ടടുത്തും ഇതുപോലെ സ്കൂളുകൾ വരും. അപ്പൊ നീ ഇങ്ങനെ തന്നെ ചെയ്യണം. അയ്യോ വേണ്ട അശോകേട്ട, സ്കൂൾ ഞാൻ മാറ്റിച്ചോളാം. അയ്യേ, ഈ ഷൺമോഹൻ ഇത്ര പേടിത്തൊണ്ടനാ? ഇയാള് നമ്മുടെ പേരോട് കളയിലോട് പണി. ഇങ്ങനെ പേടിക്കാൻ ആരാണ് ഈ അശോകേട്ടൻ? പുന്നൂർക്കടവിൽ അശോകേട്ടനെ നീ ആരാന്ന് ചോദിക്കണേ? എടാ, ഒരു കാലത്ത് അങ്ങേര് ഗുണ്ടയായിരുന്നില്ലേ നമ്മുടെ ഈ ഷൺമുഖണ്ണൻ? പിന്നല്ലാണ്ട് പണ്ട് അബ്കാരിയായിരുന്നു.
അതൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഷൺമുണ്ണനും ബാക്കിയുള്ളവർക്കും വീതിച്ചു കൊടുത്തു. ഇപ്പോ സൗദി അറേബ്യയിലും ദുബായിലും ഒക്കെ ബിസിനസ്സാ, കോടീശ്വരൻ. പക്ഷെ ആളിപ്പോഴും മുറ്റ. മുന്നിൽ വന്ന് നിന്ന ഏത് ചട്ടമ്പിയുടെയും മുട്ടടിക്കും. ഈ അശോകന്റെ ബോഡി കടാൻ പറ്റുമോ? എന്ത്? അല്ല, അങ്ങനെ കൂടെ കൂടാൻ എന്താ ഒരു മാർഗം? നീ പെണ്ണായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. പെണ്ണുങ്ങൾ അശോകേട്ടന്റെ ഒരു വീക്ക്നെസ്സാ. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ നടക്കോ? അത് ചിലപ്പോ വാര്യ സാർ പറഞ്ഞാൽ നടക്കും. പക്ഷെ വാര്യ സാർ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, പ്രത്യേകിച്ച് നിന്നെ. അതെന്താ? എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തല്ലേ വാര്യർ സാർ? അതുകൊണ്ടാ പറഞ്ഞേ ഒരിക്കലും നിന്നെ റെക്കമെൻഡ് ചെയ്യില്ല എന്ന്. ഇങ്ങനെ ഒരു അശോകേട്ടൻ ഉണ്ടായിട്ടും ഇത്രയും കാലായിട്ട് ഞാൻ എന്താ അറിയാണ്ട് പോയത്?